ഗവർണറുമായുള്ള മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിൽ സമവായമായില്ല. ഡോക്ടർ സിസ തോമസിന്റെ യോഗ്യതകൾ ഗവർണർ മന്ത്രിമാർക്ക് മുന്നിൽ വിശദീകരിച്ചു. സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സർക്കാർ സമവായ ശ്രമം നടത്തിയത്. മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദുവും പി രാജീവുമാണ് ഗവർണറെ കണ്ടത്. സർക്കാർ നിലപാട് നാളെ സുപ്രീം കോടതിയെ അറിയിക്കും. നമ്മൾ ചാൻസലറെ കണ്ടത്, അത് സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഫോർമർ ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള 2 സബ് കമ്മിറ്റികൾ ഗവൺമെൻറ്റിന് ലിസ്റ്റ് കൊടുത്തിരുന്നു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അതിൽ പ്രയോറിറ്റി നിശ്ചയിച്ച് മുഖ്യമന്ത്രി ചാൻസലർക്ക് നൽകിയിട്ടുണ്ട്. ചാൻസലർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ സുപ്രീം കോടതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അത് പരിഗണിക്കുമ്പോൾ ഒരു സമവായം നിങ്ങൾ എത്തുന്നില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മുഖ്യമന്ത്രി ഗവൺമെൻറ് മുൻകൈയെടുത്ത് ഈ കാര്യം ചർച്ച ചെയ്യണം എന്ന് ചാൻസലറോട് ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി നിങ്ങൾക്കറിയാം, തെരഞ്ഞെടുപ്പിൻ്റേതായ സമയമാണ്. മുഖ്യമന്ത്രി ഞങ്ങൾ 2 മന്ത്രിമാരെ ചുമതലപ്പെടുത്തി. ആ 2 മന്ത്രിമാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബഹുമാനായ ചാൻസലറുമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ച നടത്തി അത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ ശ്രദ്ധയിൽപ്പെടും. അല്ല, അതിപ്പോൾ നമ്മളിപ്പോൾ കോടതി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരിക്കുന്നു. അതിപ്പോൾ മാധ്യമങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ടതല്ല. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച നടന്നിരിക്കുന്നു. ഗവൺമെൻറ് ചർച്ച ചെയ്യുന്നു, ചാൻസലറുമായി ചർച്ച ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾ സമവായത്തോടു കൂടി പോകാനാണ് സർക്കാർ എപ്പോഴും ശ്രമിക്കുന്നത്. അതിൽ സുപ്രീം കോടതി വിധിയിൽ പ്രയോറിറ്റി നിശ്ചയിക്കാനുള്ള അധികാരം ഉള്ളത് മുഖ്യമന്ത്രിക്കാണ്. എന്നാൽ സുപ്രീം കോടതി വിധിയിൽ മുഖ്യമന്ത്രിക്ക് ആ പാനലിൽ തന്നെ ഏതെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് ചാൻസലറുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മുഖ്യമന്ത്രി നൽകുന്ന നിർദ്ദേശത്തിൽ മുഖ്യമന്ത്രിക്ക് അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ചാൻസലർക്ക് മുഖ്യമന്ത്രി നൽകിയ അതിൽ ആ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അതും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതാണിപ്പോൾ കോടതിയുടെ മുൻപിലുള്ളത്. കോടതി ആ സമയത്ത് വീണ്ടും നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ചാൻസലറും സംസാരിച്ചിരിക്കുന്നു. ഗവൺമെൻറ് അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് സമവായത്തിലെത്താൻ കഴിയുമോ എന്നതാണ് ശ്രദ്ധിക്കുമ്പോൾ. നാളെയാണ് കോടതി വരുന്നത്. ബാക്കി കാര്യങ്ങൾ ചർച്ചകൾ തീരുന്നില്ല, അത് തുടരുകയാണ്. RB സനൂപാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സനൂപ്, സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് സമവായ ചർച്ചകൾക്ക് സംസ്ഥാനം തയ്യാറായത്. ഗവർണറുമായി സമവായ ചർച്ച നടത്തുകയും ചെയ്തു. പക്ഷേ അതിൽ സമവായമൊന്നും ഉണ്ടായില്ല എന്നാണോ ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം? സമവായത്തിൽ എത്തിയിട്ടില്ല, ഒരു പരിഹാര ഫോർമുല ഉണ്ടായില്ല എന്ന് തന്നെയാണ് മന്ത്രിമാരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നൌഫൽ, പ്രധാനമായിട്ടും ഈ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഗവർണറുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അത് പ്രകാരമാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും നിയമമന്ത്രി പി രാജീവും നേരിട്ടെത്തി ലോക്ഭവനിൽ ഗവർണറെ കണ്ടത്. പക്ഷേ ഇത്രയും നേരം സംസാരിച്ചിട്ടും അതിൽ ഒരു ഒത്തുതീർപ്പിനുള്ള വഴി തെളിഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഗവർണർ അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ മന്ത്രിമാരോട് വിശദീകരിച്ചു. മന്ത്രിമാർ അവർക്ക് പറയേണ്ട കാര്യങ്ങൾ ഗവർണറോട് പറയുകയും ചെയ്തു. പ്രധാനമായിട്ടും ഈ ലിസ്റ്റിലുള്ള 2 പേരുകാരാണ് സർക്കാരിനും എതിർപ്പ് ഉള്ളത്, ഗവർണർക്കും എതിർപ്പുള്ളത്. സർക്കാർ സജി ഗോപിനാഥിന്റെ പേര് മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഗവർണറുടെ ഭാഷ്യം. മറുവശത്ത് സിസ തോമസിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സർക്കാരും വാശി പിടിക്കുന്നു. അതിനിടയിലാണ് സുപ്രീം കോടതി ഇടപെട്ട് എത്രയും വേഗം ഒരു സമവായം എത്തിയില്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ നേരിട്ട് ഇടപെട്ട് VC നിയമിക്കുമെന്നുള്ള കാര്യം ഇരു കൂട്ടരെയും അറിയിച്ചത്. അതുപ്രകാരം ഒരു സമവായ ചർച്ച നടത്തി അതിന്റെ പുരോഗതി അറിയിക്കാൻ വേണ്ടി ഇന്നലെയാണ് സുപ്രീം കോടതി സമയം നൽകിയിരുന്നത്. പക്ഷേ അതുപ്രകാരമുള്ള ചർച്ച ഇന്നലെ നടന്നില്ല, പകരം ഇന്ന് ചർച്ച നടക്കുകയും ചെയ്തു. ഇനി നാളെ ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ ഇരു കൂട്ടരും പറയാൻ ഉദ്ദേശിക്കുന്നത് സമവായത്തിന് വേണ്ടി 2 പേരും ശ്രമിച്ചു. അതായത് സുപ്രീം കോടതിയുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് ഇരു കൂട്ടരും ഒരു സമവായത്തിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ള കാര്യം സുപ്രീം കോടതിയെ അറിയിക്കൂ എന്നുള്ള കാര്യമാണ്. എന്തായാലും ഇതിൽ സമവായം എത്താത്തിടത്തോളം കാലം നിൽക്കുന്ന ഒരു പ്രശ്നം സുപ്രീം കോടതി ഇടപെട്ട് VCയെ നിയമിക്കും എന്നുള്ളതാണ്. അത് സർക്കാരിനും വലിയ തിരിച്ചടിയാണ്. അതേപോലെ ഗവർണർക്കും വലിയ തിരിച്ചടിയാണ്. കാരണം സുപ്രീം കോടതി ഇടപെട്ട് VCമാരെ നിയമിക്കുന്ന ഒരു കീഴ്വഴക്കം ഉണ്ടായാൽ ഇവരുടെ 2 പേരുടെയും അധികാരം നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം സുപ്രീം കോടതിക്ക് ആരാണോ അനുയോജ്യമെന്ന് തോന്നുന്നത് അവരെ മാത്രമായിരിക്കും സുപ്രീം കോടതി തന്നെ നിയമിച്ച സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ലിസ്റ്റ് പ്രകാരം എടുക്കാൻ പോവുക. എന്തായാലും 2 പേരുകാർ
പേരുകാർക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി മുൻഗണന നൽകി വിട്ടത്. ഒന്ന്, ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് സജി ഗോപിനാഥിന്റെ പേരും, അതേപോലെ സാങ്കേതിക സർവകലാശാലയിലേക്ക് സതീഷ് കുമാറിന്റെ പേരും. മറുവശത്ത് പ്രിയ ചന്ദ്രന്റെയും അതേപോലെ സിസ തോമസിന്റെയും പേരാണ് ഗവർണർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും രണ്ട് കൂട്ടരുടെയും ചർച്ചയിൽ സമവായമായിട്ടില്ല. സിസ തോമസ് എത്രത്തോളം യോഗ്യതയുള്ള ആളാണ് എന്നുള്ള കാര്യം ഗവർണർ കൃത്യമായിട്ട് വിശദീകരിച്ചു. കാരണം സർക്കാരിന്റെ പല പാനലുകളുടെയും മുന്നിലുണ്ടായിരുന്നത് സിസ തോമസ് ആണ്. അത് ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് CEO നിയമന കമ്മിറ്റി അംഗമായിരുന്നു സിസ തോമസ്. കെ സ്പേസിന്റെയും ഇക്ഫോസിന്റെയും കെ ഫോണിന്റെയും നേതൃനിരയിൽ സിസ തോമസ് ഉണ്ടായിരുന്നു.